ഈ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ അധികാരം ഏറ്റെടുത്ത ശേഷം ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ പ്രധാനമായി പറയുന്നത് ബി.ജെ.പിയെ അധികാരത്തിൽ എത്തിച്ച ശേഷം മാത്രമേ താൻ കേരളത്തിൽ നിന്നും മടങ്ങിപ്പോകൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം നടക്കുമോ കേരളത്തിൽ? അത് മൂപ്പര് 10 വർഷം ഇരുന്നാൽ നടക്കും. അടുത്തതാണ് നോക്കണ്ട. അതൊക്കെ അതിമോഹമാണ് മോനെ ദിനേശ്, അതിമോഹം എന്ന് പണ്ടേ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ കാലിൽ 2 നഖങ്ങൾ വെട്ടിത്തരാൻ ഞാൻ നിനക്ക് കൊണ്ടുപോയി ചന്ദനം മുട്ടി കത്തിച്ച് ആശത്തി വെക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് ഇത്തവണ അധികാരം പിടിക്കില്ല, പക്ഷേ 5-10 സീറ്റ് പിടിക്കും. എന്ന് വെച്ചാൽ തമ്മിൽ വലിച്ചാൽ ചിലപ്പം നിങ്ങൾ ബി.ജെ.പിയിൽ ചില തമ്മിൽ വലിക്കാൻ അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല എന്നത് രാജീവിനല്ലേ ഗ്രൂപ്പില്ലാതുള്ളൂ. എല്ലാ സ്ഥലത്തും രാജീവ് പോയി മത്സരിക്കും. നീ മത്സരിക്കാൻ പോകുന്നു, നിന്നെ കവന്മാർ വലിക്കില്ലേ? അതാണ് കാര്യം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ പണ്ടത്തെ പോലെ അല്ലേ. ഇനി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് മോഡൽ വരും. അതായത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾ ബി.ജെ.പി സംഭവിക്കും. അതെന്താന്നൊക്കെ മനസ്സിലാക്കണേ. നിങ്ങൾ ഗുജറാത്ത് മോഡൽ എന്ന് പറയുമ്പോൾ പ്രവീൺ തൊഗാഡിയനൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചാൽ മതി. പ്രവീൺ തൊഗാഡി ഇങ്ങനെ പോയ അലമ്പം കൊണ്ട് നടന്ന അവസാന ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ ഏതോ ഒരു പാർക്കിൽ ബോധം കെട്ട് വീണ് നടക്കുന്നുണ്ടായിരുന്നു. ഇതേ മനസ്സിലാക്കിയാൽ മതി. അത് സംഭവിക്കും. കാരണം ഇപ്പം അമിത്ഷാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ. ഒരു ഭാഗത്ത് സുരേഷ് ഗോപി, മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ സംഘടനാ മിഷണറി വെച്ചുകൊണ്ടായിരുന്നു ഇവർ സുരേഷ് ഗോപിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതല്ല, ബൈപ്പാസ് ചെയ്തിരുന്നു. അപ്പോൾ സംഘടനാ മിഷണറി അമിത്ഷാ ഇയാളുടെ കയ്യിലാണ്. രാജീവ് എന്ന് വെച്ചാൽ അമിത്ഷാ എന്ന് ആലോചിച്ചു. സുരേഷ് ഗോപി എന്ന് വെച്ചാൽ അമിത്ഷാ നരേന്ദ്രമോദി എന്ന് ആലോചിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്, കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കേരള ഘടകം. അദ്ദേഹത്തിന്റെ ഒരു മിഷൻ എങ്ങനെയായിരിക്കും? അല്ല, രാജീവിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാജീവ് അങ്ങനെ അധികം ഈ സ്ഥിരം വർഗീയത ഒന്നും പറഞ്ഞായിരിക്കില്ല. രാജീവ് എല്ലാ കേരളത്തിന്റെ സാഹചര്യത്തിൽ പറ്റിയ ഒരാളാണ് രാജീവ്. പക്ഷെ അദ്ദേഹത്തെ വർഗീയവാദി ആക്കാനുള്ള ശ്രമം ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കളമശ്ശേരി സംഭവം ചൂണ്ടിക്കാട്ടിയാണ്. അല്ല, അത് പിന്നെ നടക്കില്ല. ഇപ്പൊ ഞാനാണ് എന്നെ ആക്കാൻ നോക്കിയില്ലേ. ഞാനൊക്കെ ഓൾറെഡി വർഗീയവാദിയല്ലേ. പേർക്ക് ബി.ജെ.പിനെക്കാട്ട് നല്ല പറയുന്നതുകൊണ്ട് എന്നെ പിടിച്ചിപ്പം വർഗീയവാദിയാക്കി വെച്ചിരിക്കല്ലേ. അതൊന്നും കാര്യമാക്കാണ്. നമ്മളൊക്കെ ഇതൊക്കെ കണ്ടത് അതാ ആളുകൾ പലതും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈൻ അങ്ങനെ ആയിരിക്കില്ല. കേരളത്തിൽ വർഗീയവാദം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. കേരളത്തിൽ 50% ഹിന്ദുക്കളുള്ളൂ, ബാക്കി 50% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഈ 50% ഹിന്ദുക്കളിലും ഒരു 20% അതിശക്തമായ സെക്യുലറിസ്റ്റുകളാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നവരാണ്. കാരണം വെച്ചാൽ ഈ മോഡി എന്ന ഒരു കാരണവശാൽ നിങ്ങൾ ഇഫ് യു ആർ സെക്യുലർ യു ഷുഡ് നോട്ട് പ്രൈസ് നരേന്ദ്രമോദി എന്നുള്ളതാണ്. ഒരു സിംഗിൾ വേർഡ് പോലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ നിയമം. അതിലെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ തന്നെയാണ് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ തീവ്ര വർഗീയതോട് പോകാൻ സാധ്യതയില്ല. പിന്നെ മുസ്ലിം വോട്ട് ബി.ജെ.പി അടുത്തൊന്നും കിട്ടില്ല. ഇറ്റ് ടേക്സ് ടൈം. ബട്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടും. വർഗീയവാദം കൊണ്ടായി ക്രിസ്ത്യാനികളാകുന്നു പോകും. ഇപ്പം ചില ഭ്രാന്തൻ പിന്നെ എന്താ പറയുക, ആ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്ന ചില ഭ്രാന്തന്മാർ മുസ്ലിം വിരോധം പറയുന്നതല്ലാതെ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ വർഗീയവാദം ഇഷ്ടമല്ല. അവരുടെ വിശ്വാസത അവർ സ്ട്രോങ് ആണ്, ദൈവവിശ്വാസമൊക്കെ ഉണ്ടാവും. പക്ഷേ വർഗീയത വന്നെടുക്കുന്ന ഒരു സ്വഭാവം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ വർഗീയത വിട്ടൊരു സോഫ്റ്റ് ലൈനിലേക്ക് പോകേണ്ടതുണ്ട്. രാജീവ് അതൊക്കെ തന്നെ എനിക്ക് ഉദ്ദേശിക്കുക. പിന്നെ യൂത്തിന് പിന്നെ അതുപോലെ തന്നെ അതിലേക്കാണ് ഇന്നലെ അദ്ദേഹം ഈ പല TV ചാനലുകൾക്കും ഈ അഭിമുഖം നൽകുമ്പോൾ അദ്ദേഹം പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യുന്ന യൂത്തിനെയാണ്. യൂത്തിന് വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുന്നു, അതിനുശേഷം നിങ്ങൾ വിദേശത്ത് പോകുന്നു, എന്തിനാണ് അങ്ങനെ പോകുന്നത്, നിങ്ങളെ കഴിവ് മുഴുവൻ കേരളത്തിൽ തന്നെ ഉപയോഗിക്കൂ എന്ന രീതിയിൽ യൂത്തിനെയാണ് അദ്ദേഹം തുടർച്ചയായി തന്നെ അഡ്രസ്സ് ചെയ്യുന്നത്. യൂത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജീവിനെ വിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് സുരേഷ് ഗോപിനെ വിട്ടത്. പിന്നെ പെണ്ണുങ്ങളെ എനിക്ക് തോന്നുന്നു രാജീവ് പുതിയ കുറച്ച് ആളുകളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരും. പിണങ്ങിപ്പോയ ചില ആളുകളെ തിരിച്ചു കൊണ്ടുവരും. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ രാജീവിനെ മണ്ടനല്ല, ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഭയങ്കര കുശാഗ്ര ബുദ്ധിയാണ്. അമിത്ഷായുടെ അനിയനാണ് അക്കാര്യത്തിൽ. അയാൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് മണ്ടനെന്ന് വിചാരിക്കേണ്ട. യൂത്തിന്റെ കാര്യം പറഞ്ഞോളൂ. ബി.ജെ.പി എല്ലാ കാലത്തും വോട്ട് ചെയ്യുന്ന യൂത്താണ്. ഈ 40 വയസ്സിന് മുകളിലോട്ടുള്ള ആ വിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ ബി.ജെ.പിക്ക് വോട്ട് ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ ആ വിഭാഗത്തെ, ആ ജനങ്ങളെ എങ്ങനെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാൻ കഴിയും? അങ്ങനെ നല്ല കാര്യമാണ്. യുവാക്കളാണ് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല ലക്ഷണമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തത് യുവാക്കളായിരുന്നു. ആ യുവാക്കളാണ് പ്രായം ചെന്ന ആളുകളായത്. ഇപ്പോൾ ദിലീപിൻ്റെ സ്റ്റാർട്ടം നിലനിന്നത് എങ്ങനെ? പിള്ളേർ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മീശമാധവനൊക്കെ കണ്ടത്. ആ പിള്ളേർ തന്നെ ഡിഗ്രിക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്ത് ഇതിന് വേറെ അവതാരം പോലുള്ള സിനിമകൾ. അതിനിടയ്ക്ക് കേസ് വന്നില്ലേ ദിലീപ് അതിനിപ്പോഴും സൂപ്പർ സ്റ്റാർ. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അതൊരു
അപ്പോൾ ആ യൂത്ത് പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു മുമ്പ് ബി ജെ പിയിൽ. ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, അടുത്ത പടവലങ്ങയാവും. ഒന്ന് മുളയാണെങ്കിൽ അടുത്ത പടവലങ്ങ, മുള പടവലങ്ങ, ഈ രീതിയിൽ ഗ്രാഫ് പോയിക്കൊണ്ടിരുന്നത്. അത് മാറുന്നല്ല, അത് മാറാനുള്ള തുടക്കമാണ് രാജീവ്. ഒരു യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ടാണ് വേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ അത് വലിയ ഫിലോസഫിയോ വലിയ എന്തെങ്കിലും പറഞ്ഞാൽ അവർ തള്ളുകയെന്ന് പറയും. മോഡീനെ വരെ തള്ളുകയെന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാർ പിള്ളേരെ എനിക്കറിയാം. അപ്പോൾ ഈ പിള്ളേർ ഏറ്റവും വലിയ അവർക്ക് റിസൾട്ട് വേണം. അപ്പോൾ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർണായകം. അപ്പം റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് രാജീവിന്. അതാണ് രാജീവിന് ഈ ആദ്യം ഡയലോഗൊക്കെ നമ്മൾ കേട്ടിരിക്കും, പക്ഷെ റിസൾട്ട് അതില്ല എന്ന് പറയും. സാറ് സൂചിപ്പിച്ചതുപോലെ ശശി തരൂർ 40 വയസ്സിന് മുകളിലുള്ളവർ CPM-നാണല്ലോ വോട്ട് ചെയ്യാൻ, CPM അല്ലെങ്കിൽ കോൺഗ്രസിന്. ആ വിഭാഗത്തെ എങ്ങനെ BJP-യിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അത് അവർ വിജയം കണ്ടേമാവുള്ളൂ. വിജയം ഉണ്ടാക്കണ യൂത്തിൻ്റെ സപ്പോർട്ട് കിട്ടണം. യൂത്ത് വിജയം ഉണ്ടാക്കുമ്പോൾ ട്രെൻഡ് അങ്ങനെ സെറ്റ് ചെയ്യും. ട്രെൻഡ് സെറ്റ് ചെയ്യുമ്പോൾ പതുക്കെ മടിച്ചിരിക്കുന്ന വയസ്സന്മാർ നീണ്ടില്ലേ. പണ്ട് ഇവർക്കൊക്കെ ബൈക്ക് ഓടിക്കാൻ പറ്റും, സൈക്കിളേ ഓടിക്കുള്ളൂ. സ്പ്ലെൻഡർ ബൈക്ക് തന്നപ്പോൾ പയ്യന്മാരൊക്കെ ബൈക്ക് എടുത്ത് ഓടിച്ചു തുടങ്ങി. അപ്പോൾ ഈ അപ്പൂപ്പന്മാർക്ക് നോക്കി. ഇപ്പം അപ്പൂപ്പന്മാർ ബുള്ളറ്റിലൊക്കെ പോകും. അതാണ് ഇവന്മാരുടെ സ്വഭാവം. ഇപ്പം സിനിമ വന്ന സമയത്ത് ആദ്യം പാൻ ഇന്ത്യ സിനിമകൾ വന്നപ്പോൾ ഇവന്മാർ കാണില്ലേ. ഇപ്പോൾ ഇവന്മാർ പാൻ ഇന്ത്യൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമകൾ കാണാതിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. യൂത്ത് അതാ പറഞ്ഞു, വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യൂത്തിൻ്റെ പ്രശ്നം വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരൊരു ഐഡിയോളജി കണ്ട അവർ പെട്ടെന്ന് ആകർഷകരാകുകയും അതിനുവേണ്ടി ചാവാൻ നിൽക്കുകയും ചെയ്യും. ചാവാൻ നിൽക്കുന്നത് മണ്ടന്മാരായതുകൊണ്ടാണ്, കൂടുതൽ ചിന്തിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ അത് ട്രെൻഡായി മാറി കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ടാണ് യൂത്താണ്, ഈ ക്യാമ്പസുകളാണ് പുതിയ കാലഘട്ടത്തെ സൃഷ്ടിക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത്. അപ്പോൾ BJP 40 വയസ്സ് കൂടുതലുള്ള ആളുകളുടെ അതിൽ കുറവുള്ള ആളുകളുടെ BJP സ്വാധീനം ഉണ്ടെങ്കിൽ അത് നാളെ ഇത്തിൽ കണ്ണി പോലെ വളർന്ന് 40 വയസ്സ് കൂടുതലുള്ള ആളുകളെ സ്വാധീനിക്കും. പക്ഷേ അത് വളരെ നിർണായകമാണ്. അപ്പോൾ കോൺഗ്രസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എബോവ് 60 കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള ആളുകൾ, എബോവ് 40 CPM-ന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളുകൾ. BJP-ക്ക് അതിൻ്റെ താഴെയാണ്. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. പിന്നെ രാജീവ് ഡെലിവർ ചെയ്യണം. ശശി തരൂരിനെ പോലെ വന്നിട്ട് എനിക്ക് മലയാളം കൊഞ്ചം മരയും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആളുകൾ നമ്മൾ ആസ്വദിക്കും. അത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അത്ര മലയാളമാണ് ഇപ്പോൾ ഇഷ്ടം. അല്ലാണ്ട് ഫിലോസഫിയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. ആഗോളവൽക്കരണത്തിൻ്റെ അപമാനീകരിക്കപ്പെട്ട സാമൂഹ്യ പരിസരം ഉള്ളേരടിയിട്ട് പോകും. ഇന്നലെ ഒറ്റ ദിവസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട്? ഇന്നലെ ഏവറാജാ നമ്മൾ പ്രകടനം എന്ന് വെച്ചാൽ ഇത്തരം ഇൻ്റർവ്യൂ ഒക്കെ ആളുകൾ കൊടുക്കാം. പിന്നെ അതിൽ കുറച്ചുകൂടി ഒരു സത്യസന്ധത ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. സിനിമൻ്റെ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്. ബാക്കി രാജീവ് പതുക്കെയാണ് തെളിയിക്കേണ്ടത്. പെട്ടെന്ന് ഒരു ദിവസം എമ്പുരാൻ പോലെ വന്ന് കളക്ട് ചെയ്ത് പോകാൻ രാജീവിന് പറ്റില്ല. രാജീവിന് തെളിയിക്കാൻ പറ്റിയ വളരെ പതുക്കെയാണ്. ദൃശ്യം സിനിമ പോലെയാണ്. പതുക്കെ കയറണം. ദൃശ്യത്തിന് അങ്ങനല്ല, അവസാന നിമിഷം വരെ സസ്പെൻസ് ഉള്ളതുകൊണ്ടാണ് ദൃശ്യം ഹിറ്റായത്. എമ്പുരാൻ ഒരു സസ്പെൻസും ഇല്ലെങ്കിൽ എമ്പുരാൻ ഹിറ്റാവും. സൂപ്പർ ഹിറ്റാവും മാത്രമല്ല, സൂപ്പർ ഹിറ്റാവുന്ന കാര്യത്തിൽ നമുക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യം. അതുപോലെ രാജീവ് ദൃശ്യം പോലെ ഹിറ്റാവാനാണ് സാധ്യത. സാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് BJP. 2024 ഇനി 2026 വളർച്ച ഉണ്ടാകുമോ അതോ പടവലങ്ങയാകുമോ? അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് സാഹചര്യം. ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ ഒരു രണ്ട് മാസം മുമ്പേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്കിലും നിലവിലുള്ള ടെമ്പോ നിലനിർത്തി കഴിഞ്ഞാൽ BJP-ക്ക് വോട്ട് ഷെയർ കൂട്ടാം, 5 വരെ സീറ്റുകൾ നേടാം, 5 തൊട്ട് 10 വരെ സീറ്റുകൾ നേടാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ബാക്കി കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോദ്യമാണ്. ഇപ്പോഴും ഗ്രൗണ്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള CPM-ആണ്. ഈ രാജീവിൻ്റെ വരവ് പലരും പറയുന്നത് UDF-നാണ് തിരിച്ചടിയാകുമെന്ന്. അതെന്തായിരിക്കും? UDF എന്നാണ് ആളുകൾ ഇളകി നിൽക്കുന്നത്. അപ്പോൾ ഒരു തോൽവിയും കൂടി വന്നാൽ ഇളകി നിൽക്കുന്ന ഒരു അടപടലമാവും. അടപടലമാകുന്ന വെച്ചാൽ ഇവിടെ ഭയങ്കര വർഗീയവാദ ഇമേജ് ഇല്ലാത്ത ഒരാളാകുമ്പോൾ BJP-യിലേക്ക് പോകാൻ മടി ഉണ്ടാവില്ല. അല്ല, വർഗീയത വന്നുകൊണ്ടിരിക്കുന്ന PC ജോർജ് ആണെങ്കിൽ മുസ്ലിംസ് ആരെയും പോകും, അല്ലെങ്കിൽ അത്യാവശ്യം സെക്കുലർ ആയിരിക്കുന്ന ഹിന്ദുക്കൾ പോകും. അതാണ് അതിൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.